പ്രണയമായി അവസാന ഭാഗം. കഥാരചന മുബഷിറ ശിഹാബുദ്ദീൻ. അവതരണം ഷാജഹാൻ ചളിക്കോട്. പിടയ്ക്കുന്ന ഹൃദയമിടിപ്പിനെ തൻ്റെ വരുതിയിലാക്കി ഋതു കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. ഉള്ളിലേക്ക് നിറഞ്ഞു കവിഞ്ഞ സുധയുടെ മിഴികൾ എത്തി നിന്നപ്പോൾ തലയിണയിലേക്ക് മുഖം പൂഴ്ത്തി അവൻ വിതുമ്പലടക്കി. കാണാൻ ചെന്ന കാഴ്ചകളിലേക്ക് മനസ്സെത്തിയപ്പോൾ ആ ധാവണിക്കാരിയെ താൻ എന്തിനായിരുന്നു വെറുത്തതെന്ന് ഇപ്പോഴും ഉത്തരമില്ല. ഇഷ്ടത്തോടെ തന്നെയാണ് കല്യാണം കഴിച്ചത്. പക്ഷേ സാരിയിലേക്ക് അവൾ കൂടുമാറിയപ്പോൾ എന്തോ പഴയ വീട്ടമ്മയുടെ ഫീലിംഗ് ആയിരുന്നു. ഓഫീസിലെ മോഡൽ പെൺകുട്ടികളുമായി താരതമ്യം ചെയ്യുമ്പോൾ താൻ കൊതിച്ചതല്ലായിരുന്നല്ലോ തനിക്ക് കിട്ടിയതെന്നൊരാവർത്തി മനസ്സിനെ പറഞ്ഞു ശപിച്ചിട്ടുണ്ട്. ഇവിടെ കിടന്ന് നോവ് തീറ്റിക്കണ്ട എന്ന് കരുതി തന്നെയാണ് വീട്ടിൽ പോവാനും ദേഷ്യപ്പെടാനും തുനിഞ്ഞത്. മനസ്സിലുള്ള ചതുർത്ഥിയും വെച്ച് ഒരു പെണ്ണിൻ്റെ ജീവിതം തുലയ്ക്കേണ്ട എന്ന് കരുതി. പക്ഷേ അതൊരു മരണത്തിലേക്ക് വഴിതെറ്റിക്കും എന്ന് വിചാരിച്ചില്ല. പാപിയാണ് ഞാൻ, കൊടും പാപി. ഉള്ളം വിളിച്ചു പറഞ്ഞു തുടങ്ങിയപ്പോൾ എഴുന്നേറ്റിരുന്നു തല കുമ്പിട്ട് നിന്നു. ഒന്നിനും തൻ്റെ മനസ്സിനെ തണുപ്പിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് ചാവിയെടുത്ത് പുറത്തു പോകാൻ തിടുക്കപ്പെട്ടത്. അപ്പോഴാണ് മേശമേലിരുന്ന സുധയുടെ ഡയറി കാണുന്നത്. താളുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ ആദ്യ പേജിൽ തന്നെ അവളുടെയും തൻ്റെയും ഫോട്ടോ. അവൻ്റെ മനസ്സിൽ സന്തോഷം ഇരച്ചുപൊന്തി. കാണാൻ കൊടുത്ത തൻ്റെ ഫോട്ടോ പൂജിച്ചു വെച്ച പോലെയാണ് അവൾ കൊണ്ടു നടക്കുന്നതെന്നറിഞ്ഞപ്പോൾ ഉള്ളിലൊരു തേങ്ങലുയർന്നു. ബാക്കിയുള്ള വരികളിലൂടെ പതിയെ കണ്ണുകൾ പാഞ്ഞു. എൻ്റെ അസുഖങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയപ്പോൾ മുതൽ എനിക്കൊരു കൂട്ട് വേണം എന്ന അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. എല്ലാം അറിഞ്ഞിട്ട് വരുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ കെട്ടാമെന്ന് വാക്ക് പറഞ്ഞപ്പോൾ അതിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു അച്ഛൻ. അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് വന്നവനാണ് എൻ്റെ ഋതുവേട്ടൻ. രണ്ടാമത്തെ പേജിൽ എൻ്റെ സങ്കല്പത്തിനൊത്ത ആളൊന്നുമല്ല മൂപ്പര്. ഉള്ള ജീവിതം സന്തോഷത്തോടെയും ആസ്വാദനത്തിലൂടെയും ജീവിച്ചു തീർക്കാനാണ് എൻ്റെ പ്ലാൻ. ദുൽഖറിൻ്റെ ചേലും നസ്ലിൻ്റെ കുട്ടിത്തരവും ലാലേട്ടൻ്റെ വീറുമൊക്കെയുള്ള ഒരാളായിരുന്നു മാനസപുത്രൻ. പക്ഷേ ഇതൊരുമാതിരി എക്സിക്യൂട്ടീവ് ലുക്കും ഫാഷൻ സ്റ്റൈലും ബ്ലാ ബ്ലാ ബ്ലാ. പിന്നെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടതാവുമ്പോൾ ഹൃദയത്തിൽ സന്തോഷമുണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഋതുവേട്ടന് ദൈവത്തിൻ്റെ സ്ഥാനമാണ്. എൻ്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പാതി. പേജ് 3. നാളെ എൻ്റെ കല്യാണമാണ്. അച്ഛൻ്റെ പ്രതീക്ഷകളുടെ പറുദീസയിലേക്കുള്ള കവാടം തുറക്കുന്ന ദിവസം. കരയാതെ പിടിച്ചു നിൽക്കണം. ഇനിയൊരു വേദന എൻ്റെ അച്ഛന് താങ്ങില്ല. എൻ്റെ കണ്ണു നിറഞ്ഞ ആ ഹൃദയം വിങ്ങിപ്പൊട്ടും. മിസ് യു പപ്പ, മിസ് യു അലോട്ട്. വായനയിലുടനീളം ഋതുവിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു. കയ്യിൽ കിട്ടിയ മധുരക്കനിയെ തട്ടിയെറിഞ്ഞവനാണല്ലോ ദൈവമേ ഞാൻ. ഇല്ല, അവളിൽ നിന്നും ഇനിയൊരു മടക്കുപോക്കില്ല എനിക്ക്. ഒരിക്കലും പിരിയാതെ ആർക്കും വിട്ടുകൊടുക്കാതെ ഈ നെഞ്ചോട് തന്നെ ചേർത്ത് വയ്ക്കണം. മനസ്സിൽ ചിലതൊക്കെ കണക്ക് കൂട്ടി ആ നിമിഷം മുതൽ തിരഞ്ഞിറങ്ങുകയായിരുന്നവൻ. നഷ്ടപ്പെട്ട മാണിക്യത്തെ വീണ്ടെടുക്കാനായി. പുറത്തിറങ്ങിയിട്ടും മനസ്സമാധാനമില്ലാതായപ്പോൾ ഋതു വണ്ടി സുധയുടെ വീട്ടിലേക്ക് തിരിച്ചു. ആളൊഴിഞ്ഞ് ശൂന്യമായ വരാന്തയിലൂടെ അവൻ അകത്തേക്ക് കടന്നു. ഒരു മൂലയിൽ പരസ്പരം ചേർത്ത് പിടിച്ചിരിക്കുന്ന രണ്ട് ശരീരം, സുധയും അമ്മയും. ചങ്ക് പിടച്ച് തൊണ്ടക്കുഴിയിലെത്തിയ ഉമിനീർ ചൂടുള്ള ലാവകണക്കെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ തോന്നിയവന്. നേരം ഇത്രയായിട്ടും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. ആ ചിന്ത മനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ ഋതു പുറത്തുപോയി ഭക്ഷണം വാങ്ങി വന്നു. ഓരോ പ്ലേറ്റിൽ ചോറും കറിയും ഉപ്പേരിയും വിളമ്പി അമ്മയ്ക്കും സുധയ്ക്കും അരികിൽ വെച്ചു. അമ്മേ, കഴിക്കാതിരുന്നാൽ എങ്ങനെയാ? കുറച്ചേ ഞാൻ എടുത്തുള്ളൂ. അത് കഴിച്ചാൽ പിന്നെ അകത്തു പോയി കിടക്കാം. ഇതാ അമ്മേ, കഴിക്ക്. ഒരു പ്ലേറ്റ് എടുത്ത് കയ്യിൽ വെച്ച് കൊടുത്തപ്പോൾ വിദൂരതയിലേക്ക് കണ്ണു നട്ടിരിക്കുകയായിരുന്നു അമ്മ. ഒരു വേള ജീവനില്ലാത്ത ശീല പോലെ തോന്നിച്ചു അവന്. കുലുക്കി വിളിച്ചിട്ട് മനക്കമില്ലാതെ ആ ഇരിപ്പ് തുടർന്നപ്പോൾ സുധയെ തട്ടി വിളിച്ചു പ്ലേറ്റ് നീക്കി. സുധേ, നീയും ഇങ്ങനെ ആയാൽ എങ്ങനെയാ? അമ്മയെ ആശ്വസിപ്പിക്കേണ്ടത് നീയല്ലേ? രണ്ടുപേരും ഇങ്ങനെ ഇരിക്കല്ലേ? തീഷ്ണതയോടെ ഒരൊറ്റ നോട്ടമായിരുന്നു. ആ ഭാവം കണ്ടപ്പോൾ പണ്ടെന്നോ കണ്ടുമറഞ്ഞ സിനിമയിലെ കാളിയെപ്പോലെ തോന്നിയവന്. എല്ലാം കൂടിയായപ്പോൾ അക്ഷരങ്ങളും വാക്കുകളും വറ്റിവരണ്ടു പതിയെ ചലിക്കാനാവാതെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ആ ഭാവങ്ങളെല്ലാം ഉള്ളിൽ വേദനയുടെ കടലിരമ്പി അലയടിച്ചുയർന്നു. ഓരോ തിരമാലയും കൂടുതൽ വേഗത്തിൽ ഹൃദയത്തിൻ്റെ ഭിത്തിയിൽ വന്നാഞ്ഞടിക്കുന്ന പോലെ. ഞാനാണല്ലോ, ഞാൻ മാത്രമാണല്ലോ എല്ലാറ്റിനും കാരണക്കാരൻ. മനസ്സും ഉറക്കെ വിളിച്ചു പറഞ്ഞു, നീ 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 മാത്രമാ. ഒടുവിൽ നിശ്ചലമായ നൃത്തം അവസാനിപ്പിച്ച് അമ്മയുടെ കാലിലേക്ക് വീണു. അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് അവന് തോന്നിയത്. അമ്മേ, ഈ പാപിയോട് ക്ഷമിക്ക്. എനിക്കൊന്നും അറിയില്ലായിരുന്നു. അച്ഛൻ പറയുമ്പോഴാ ഞാൻ എല്ലാം അറിയുന്നത്. എൻ്റെ അമ്മ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. അറിയാതെയാ ഞാൻ. പാപിയാണ്, അറിയാം. ക്ഷമിക്കമ്മേ. ഒന്ന് മിഴികൾ ഉയർത്തി നോക്കുക പോലും ചെയ്യാതെ അമ്മ ആ ഇരുത്തം തുടർന്നുകൊണ്ടിരുന്നു. സുധയുടെ കാലിലേക്ക് കൈകൾ മാറ്റിവെച്ചവൻ തേങ്ങിക്കരഞ്ഞു. സുധേ. കണ്ണീരിൻ്റെ അലകളാൽ ശബ്ദം ഇടറിപ്പോയി. നിന്റെ അസുഖമൊന്നും ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞാലും അതെനിക്ക് വിഷയമല്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ഇഷ്ടക്കേട് എന്താണെന്ന്. നീ എന്നെ മനസ്സിലാക്ക്.
ഇപ്പോൾ അതും എനിക്ക് വിഷയമല്ല. എന്നേക്കാൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് സുധേ. എൻ്റെ അച്ഛനെ കൊന്നിട്ട് എന്നെ സ്നേഹിച്ചിട്ട് എന്ത് കാര്യം? മരിച്ചാലും എൻ്റെ ആത്മാവ് പോലും മറക്കില്ല, പൊറുക്കുകയുമില്ല. നാടകം കഴിഞ്ഞെങ്കിൽ മതിയാക്കി പോകാം നിനക്ക്. കനത്ത ശബ്ദത്തോടെ മറുപടി പറഞ്ഞവൾ എഴുന്നേറ്റ് പോയി. നിലത്തെ തറയിലേക്ക് തലചേർത്തവൻ വിതുമ്പലടക്കി കരഞ്ഞു. കൈവിരലുകൾ അമ്മയുടെ പാദത്തിൽ മുറുക്കെ പിടിച്ചിരുന്നു. കണ്ണീരിനാൽ ആ പാദം നനഞ്ഞു കുതിർന്നു. ആ കാലുകൾ തണുത്ത് മരവിച്ച പോലെ തോന്നിയതും ഞെട്ടലോടെയാണ് അവൻ ആ മുഖത്തേക്ക് നോക്കിയത്. ചലനമില്ലേ? അമ്മ, അമ്മ. കൈവിരലുകൾ മൂക്കിനടുത്തേക്ക് ചലിപ്പിച്ചപ്പോൾ ഹൃദയം പെരുമ്പറ മുഴക്കി. വിശ്വാസം വരാതെ അവൻ കുലുക്കി കുലുക്കി വിളിച്ചു. ഞെട്ടറ്റ പൂ പോലെ തറയിലേക്ക് അമ്മ നിലം പതിച്ചു. അമ്മ! വേദനയോടെ അവൾ അമ്മയെ അടക്കി വെച്ച വിറകിലേക്ക് തീ കൊളുത്തി. അഗ്നിയുടെ പുകച്ചുരുളുകൾ മേഘക്കൂടിലേക്ക് ഉയർന്നു പൊങ്ങി അലിഞ്ഞില്ലാതായി. അതിൻ്റെ ചൂടേറ്റ് നടന്ന് അവളുടെ കാലിടറി തുടങ്ങിയിരുന്നു. ഒരു കൈത്താങ്ങെന്നോണം ഋതു ഓടിച്ചെന്നപ്പോഴേക്കും തളർന്ന അവശയായി നിലത്തേക്ക് വീണവൾ. വാരിയെടുത്തവൻ ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ സകല ദൈവങ്ങളെയും വിളിച്ചു. ആദ്യം ഒബ്സർവേഷനിൽ അഡ്മിറ്റ് ചെയ്തെങ്കിലും നില വഷളായപ്പോൾ ICUവിലേക്ക് മാറ്റി. പ്രാർത്ഥനയോടെ അവൻ പുറത്ത് കാവലിരുന്നു. സെക്കൻഡുകൾ മിനിറ്റുകളായും മിനിറ്റുകൾ മണിക്കൂറുകളായും പരിണമിച്ചു കൊണ്ടിരുന്നു. വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയ ഡോക്ടറുടെ അരികിലേക്ക് ഋതു ഓടിച്ചെന്നു. ഡോക്ടർ, സി മിസ്റ്റർ. ഋതു? ആ, ഋതു. ആളുടെ കണ്ടീഷൻ വളരെ മോശമാണ്. ഹെൽത്തും അങ്ങനെ തന്നെ. ട്രിപ്പിട്ടിട്ടുണ്ട്. ഡോക്ടർ, അവൾക്ക് സുഖമില്ലാത്തതാണ്. എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എടോ, താനിങ്ങനെ തളരാതെടോ. എത്ര വലിയ അസുഖമാണെങ്കിലും നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ടടാ. ആദ്യം ഒന്ന് കൂളാവും, ബാക്കിയൊക്കെ നമുക്ക് അവളുടെ ബോധം വരട്ടെ, നോക്കാം. തിരികെ മറുപടിയൊന്നും പറഞ്ഞില്ല. നിസ്സംഗതയോടെ ഇരിക്കുന്ന അവനെ ഒന്ന് നോക്കി ഡോക്ടർ നടന്നു. പുറത്ത് ഇരുട്ട് മൂടിയിരുന്നു. വാച്ചിൽ സമയം നോക്കിയപ്പോൾ ഉച്ച ആയിട്ടേയുള്ളൂ. ഋതു ജനാലയുടെ അരികിലേക്ക് നടന്നു. സൂര്യവെളിച്ചത്തെ മേഘം മൂടി വച്ചിരിക്കുന്നു. അതിൻ്റെ ഇരുട്ട് ഭൂമിയെ ഒന്നാകെ വിഴുങ്ങി. അല്പസമയത്തിനു ശേഷം തുള്ളിക്കൊരു തുള്ളി എന്ന പോലെ പെരുമഴ ഭൂമിയിലേക്ക് പതിച്ച് എന്തിനോ ഉള്ള വാശി പോലെ ആർത്തലച്ചു പെയ്തു. പ്രകൃതിയുടെ ഭാവമാറ്റം എന്തോ ഒരു ഉൾഭയം അവനിൽ നാം വിട്ടു. മിഴികൾ സുത കിടക്കുന്ന വാതിലിലേക്ക് എത്തി നോക്കി. ദൈവമേ, ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി അവളെ പരീക്ഷിക്കരുത്, തിരിച്ചു തന്നേക്കണേ. ഹൃദയം തൊട്ടറിഞ്ഞവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 3 ദിവസങ്ങൾക്കു ശേഷം സുധ കണ്ണു തുറന്നു. സന്തോഷത്തോടെ ഓടിച്ചെന്നവൻ കെട്ടിപ്പിടിച്ചു. അവനെ തട്ടിമാറ്റി അന്യഗ്രഹ ജീവിയെ നോക്കുന്ന പോലെ ബെഡിലേക്ക് അവൾ ചുരുണ്ടുകൂടി. സുധേ! കണ്ണിമ ചിമ്മാതെ വെറുതെ ഒന്ന് നോക്കിയിരുന്നതേയുള്ളൂ. അകലം പാലിക്കാതെ അരികിലേക്ക് തന്നെ അവനിരുന്നു. വീണ്ടും തൻ്റെ നെഞ്ചിലേക്ക് ചേർക്കുമ്പോൾ അവൾ തള്ളി അകറ്റുകയായിരുന്നു. എന്നാൽ കൂടുതൽ ശക്തിയോടെ അവൻ അവളെ വറുതിയിലാക്കി. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ശാന്തമായി നിൽക്കുന്നവളുടെ നെറ്റിയിൽ പതിയെ ചുംബിച്ചുകൊണ്ടിരുന്നു. അതോടൊപ്പം കണ്ണീർ അവൻ്റെ കവിളുകളെ നനച്ച് അവളുടെ കവിളിലേക്കും ചേക്കേറി തുടങ്ങി. കാറ്റിൻ്റെ അലകളേറ്റ് സുധ തണുത്തു വിറച്ചിരുന്നു. ഇറുകെ പിടിച്ച കൈകളിലെ പിടുത്തം വിടുവിച്ചവൾ അകന്നുമാറി. എന്താ പൊന്ന, തണുക്കുന്നു? അതാണോ? വാ. അവൻ കൈകൾ നിവർത്തി വിളിച്ചു. കൗതുകത്തോടെ നോക്കുന്ന പിഞ്ചു കുഞ്ഞിനെ പോലെ മീകൾ നിവർത്തിയിരുന്നവളെ ചേർത്ത് പിടിച്ച് പുതപ്പിച്ചു. അമ്മ പക്ഷിയുടെ ചൂടേറ്റുറങ്ങുന്ന കുഞ്ഞിനെപ്പോലെ ആ നെഞ്ചിൽ ഇറുകെ പിടിച്ച് മയങ്ങിത്തുടങ്ങി. മിസ്റ്റർ ഋതു, അവളുടെ ഓർമ്മകൾ നശിച്ചിരിക്കുന്നു. ഒരു പക്ഷേ തിരിച്ചു കിട്ടാം. അതിനു മാസങ്ങൾ എടുത്തെന്ന് വരാം, ചിലപ്പോൾ കൊല്ലങ്ങൾ, ചിലപ്പോൾ തിരിച്ചു കിട്ടിയില്ലെന്ന് വരാം. നമുക്ക് കാത്തിരിക്കാം. എനിക്ക് സങ്കടമില്ല ഡോക്ടർ, സന്തോഷമാണ്. തിരിച്ചു കിട്ടണേ എന്നേ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അത് കേട്ടല്ലോ, സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. അവളെ ചേർത്ത് പിടിച്ച് പറയുമ്പോൾ ആ കണ്ണുകളുടെ നീരുറവ വറ്റിയിരുന്നില്ല. അവർക്ക് മാത്രമായുള്ള നിമിഷങ്ങൾ സമ്മാനിക്കാൻ ഡോക്ടർ അവിടെ നിന്നും പെട്ടെന്ന് തന്നെ ഉൾവലിഞ്ഞു. തണുപ്പ് കൂടിയപ്പോൾ ഒരു കുറുകലോടെ അവൾ കൂടുതൽ ആ നെഞ്ചിലേക്ക് അമർന്നു. കുതിച്ചതല്ല വിധിച്ചത്, എന്നാൽ വിധിച്ചത് കൊതിയോറും മധുരമുള്ളതാണ്. ഋതു മൗനമായി മൊഴിഞ്ഞു. ഈ കഥ ഇവിടെ സമാപിക്കുന്നു. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക.